നമസ്കാരം. ബി.ജെ.പിയിൽ നിന്നും ചാടി വരുന്നവരെയൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ ഊതിവീർപ്പിക്കാനാകും എന്ന ഗവേഷണത്തിലാണ് കോൺഗ്രസുകാർ. പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഓന്ത് സന്ദീപ് മറുകണ്ഠം ചാടിയാണ് കോൺഗ്രസിലെത്തിയത്. സ്നേഹം തേടിയെത്തിയ സന്ദീപ് ഇപ്പോൾ കോൺഗ്രസുകാർ സ്നേഹത്തോടെ കോൺഗ്രസിന്റെ വക്താവ് പദവി നൽകിയിരിക്കുകയാണ്. ഒരു സമയത്ത് ബി.ജെ.പിയുടെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ. അന്ന് കോൺഗ്രസിനെ ഒന്നടങ്കം തെറിവിളിച്ചിരുന്ന ഓന്തിനെ ഇനി ചാനൽ ചർച്ചകൾ അതേ കോൺഗ്രസിനെ പ്രശംസിക്കേണ്ടി വരും. ഇത് ശരിക്കും ഓന്തിനിട്ട് കോൺഗ്രസ് താങ്ങിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നതുപോലെ ആരാണോ ചാനൽ ചർച്ചകൾ പാർട്ടിയെ അധിക്ഷേപിച്ചത് അവർ തന്നെ മാറ്റി പറയട്ടെ എന്ന കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അജണ്ടയുടെ ഭാഗമാണ് ഈ പദവി നൽകൽ. എന്നാൽ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ തനിക്ക് ഈ പദവി കിട്ടിയിരിക്കുന്ന എന്തോ വലിയ മഹത്തരമായ കാര്യം എന്ന നിലയിലാണ് സന്ദീപിന്റെ തോന്നൽ. അതായത് സ്നേഹക്കടലിൽ നിന്നും സ്നേഹം ഏതാണ്ട് വാരിക്കോരി കൊടുത്തതുപോലെയാണ് സന്ദീപിന്റെ സന്തോഷം. ഇവിടെയാണ് പാർട്ടിക്കുള്ളിൽ ചവിട്ടും തൊഴിയുമേറ്റ് അടിമയെപ്പോലെ കിടക്കുന്ന കെ മുരളീധരന്റെ ട്രോൾ വീണ്ടും ഓർക്കേണ്ടത്. സ്നേഹം തേടി എത്തിയാൽ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ വെറുപ്പിന്റെ ഫാക്ടറിയിലേക്ക് പോകരുത് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. എന്തായാലും തൊഴുത്തിൽ കുത്തിൽ ഗതികെട്ട കെ മുരളീധരൻ ബി.ജെ.പിയിലേക്കുള്ള ചാട്ടം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള അവസരം എത്തുമ്പോൾ ചാടുക തന്നെ ചെയ്യും. വക്താക്കളുടെ പട്ടികയിൽ സന്ദീപിനെ KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് ഉൾപ്പെടുത്തിയത്. ഈ സുധാകരന്റെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്താ? കയ്യാലപ്പുറത്തെ തേങ്ങ കണക്കാണ്. അധ്യക്ഷ പദവി പോകുമോ ഇല്ലയോ എന്ന നെഞ്ചിടിപ്പിലാണ് സുധാകരന്റെ നടപ്പ്. കോൺഗ്രസിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന സംഗതിയാണ് പുനഃസംഘടന. അതിൽ സന്ദീപിന് കൂടുതൽ സ്ഥാനം കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ. അതായത് ആദ്യഘട്ടം എന്ന നിലയിലാണ് സന്ദീപിനെ വക്താവാക്കുന്നതെന്നാണ് സാരം. എന്തായാലും സാരവും സാരാംശവും ഒക്കെ മനസ്സിലാക്കി വരുമ്പോൾ സന്ദീപിന് കിട്ടിയത് അംഗീകാരമല്ല മുട്ടൻ പണിയാണെന്ന് മനസ്സിലാകും. കോൺഗ്രസിൽ എത്തിയിട്ടും ഇത്രയും നാൾ അംഗീകാരം ഒന്നും കിട്ടാതായതോടെ സന്ദീപ് ഓട്ടം തുടങ്ങി. ഡൽഹിയിലേക്ക് പോകുന്നു, നേതാക്കളെ മാറി മാറി കാണുന്നു. ഒടുവിൽ അത്തരം കൂടിക്കാഴ്ച പണിയാണെങ്കിലും പറഞ്ഞു നിൽക്കാൻ ഒടുവിൽ ഒരു പദവി കിട്ടി. അവസാനം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സന്ദീപ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.